നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ആൻഡ് തുർക്കിഷ്, ഡയമണ്ട്, റോസ് ഗോൾഡ്, പ്ലാറ്റിനം കളക്ഷൻ, കേരള മോഡൽ, ട്രഡീഷണൽ, ബോംബെ, കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, വിവാഹ പർച്ചേസിന് പ്രത്യേക ആനുകൂല്യം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട്. ഫോൺ 049224629169 9037917916. വാർത്തകൾ വിശദമായി. കൊടിഞ്ഞി GMUP സ്കൂളിന്റെ വികസനത്തിനായി നാട്ടുകാർ ഒരുമിക്കുന്നു. ഇതിന്റെ ഭാഗമായി PTA വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്കൂൾ വികസനത്തിനു വേണ്ടി ഉപസമിതിയെ രൂപീകരിച്ചു. പഞ്ചായത്തിന്റെ കൈവശമുള്ള എരുകുളം ഭൂമി സ്കൂളിന് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണെങ്കിൽ കുളം നിലനിർത്തി മറ്റു ഭാഗങ്ങൾ സ്കൂളിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും അതല്ല മറിച്ച് കോടതി വിധിയോ മറ്റോ തടസ്സമുണ്ടെങ്കിൽ അക്കാര്യം പഞ്ചായത്ത് പൊതുജനങ്ങളെ അറിയിച്ച് സ്കൂൾ വികസനത്തിന് പഞ്ചായത്ത് മറ്റു സ്ഥലം കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്നുള്ള SMCയുടെ പ്രമേയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് അറിയിക്കണമെന്നും കൊടിഞ്ഞി GMUP സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി 5 ഏക്കർ സ്ഥലം കണ്ടെത്തുന്നതിനും യോഗം തീരുമാനിച്ചു. ഇതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലിന ഷാജി പാലക്കാട്ട് ചെയർപേഴ്സണും SMC ചെയർമാൻ സലീം പൂഴിക്കൽ കൺവീനറും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഭാരവാഹികളുമായ കമ്മിറ്റി രൂപീകരിച്ചു. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ 1 ഏക്കറിൽ 10 സെന്റും കിടക്കുന്ന എരുകുളത്ത് കുളം ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഇതേപോലെ GMUP സ്കൂൾ കെട്ടിടം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള പരിമിതി ഇല്ല എന്നുള്ളത് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അനുയോജ്യമായ സ്ഥലം, നേരത്തെ സലാം സാഹിബ് കൂടെ പറഞ്ഞ പോലെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ വേണ്ടി അത്യാവശ്യം 2-3 ഏക്കറൊക്കെ ഉള്ള സ്ഥലം നമ്മൾ കണ്ടെത്തി അതിനുവേണ്ടി നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് നമ്മുടെ പഞ്ചായത്ത് അടക്കം അതുപോലെ കൊടിഞ്ഞി മേഖല ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കൂട്ടായിട്ട് ഒന്നിച്ച് പിരിവ് നടത്തി അതിന് മുന്നിട്ടിറങ്ങി അങ്ങനെയുള്ള സംവിധാനം വരുമ്പോൾ ഹൈസ്കൂൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ കഴിയും, അത് ഹയർ സെക്കൻഡറി ആക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് സംഗതികൾ അതിൽ പറ്റും. ഇവിടെ ഈ കുളം തൂർത്ത് സ്കൂൾ എടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ 5 മാസം 6 മാസം സമയമുള്ളൂ. 1 കോടി രൂപ അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇന്റർനാഷണൽ ഗ്രൗണ്ടുകൾ നമ്മുടെ പഞ്ചായത്തിലില്ല. അതൊക്കെ പഞ്ചായത്തിന്റെ ബോർഡിന്റെ ഗണ്യകാര്യസ്ഥതയാണ്, യാതൊരു സംശയമില്ല. നമ്മുടെ ഫാറൂഖ് സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ഒരുപാട് ഇവിടുത്തെ അസൗകര്യങ്ങൾ, പരിമിതികൾ അനുഭവിച്ച ആളുകളാണ്. മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ളതാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഭാവി തലമുറകൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയം കാണരുത് എന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു. രാജാവ് ഇങ്ങനെ തുണി അടിച്ചിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും നോക്കി രാജാവ് ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. സമയത്ത് ചെറിയ കുട്ടികളെടുക്കാണ് അവരുടെ ഐഡിയ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. അതുപോലെ തന്നെ ഒരു കുട്ടി ഉപയോഗിക്കുന്ന പറ്റാനുള്ള തിരുത്താണ്ടത് ആ മിടുക്കിയെ അവരെടുക്കുകയോ ആരും ചെയ്യാത്തത് ഇവിടെ ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് തന്നെയായിരുന്നു. അതായത് നമ്മളെയൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് നിർവാഹമില്ലാതെ ആ ഒരു റൂമിനുള്ളിൽ വീർപ്പ് കൂട്ടി ഈ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഈ ഒരു സമൂഹവും ഒന്നും ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എത്തുന്നവരില്ലാതെ ആ പരാതിയുമായിട്ട് പഞ്ചായത്തിലേക്ക് പോയി അവർക്ക് ഒതുക്കുകയുണ്ടായി. ആ കുട്ടിയിൽ നിന്ന് വേണം നമ്മൾ പഠിക്കാനും ഇതിൻ്റെ ഒരു പാഠം ഉൾക്കൊള്ളാനും. അതുവരെ എത്തിച്ചതിൽ നമ്മൾ ഈ ഭയങ്കര മഹത്തായ യോഗം എന്നൊന്നും പറയാതെ എത്ര നേരം തല താഴ്ത്തി നിൽക്കുകയും വേണം. യോഗം ജില്ലാ പഞ്ചായത്ത് മെമ്പർ യാസ്മിൻ അരിമ്പ്ര ഉദ്ഘാടനം ചെയ്തു. 1919 രൂപീകരിച്ചതാണ് കൊടിഞ്ഞി GMUP സ്കൂൾ. നന്നമ്പ്ര പഞ്ചായത്തിലെ ഏക സർക്കാർ UP സ്കൂളാണിത്. 1200-ലേറെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആവശ്യമായ കെട്ടിട സൗകര്യമോ ക്ലാസ് റൂം സൗകര്യമോ സ്ഥല സൗകര്യമോ ഇവിടെയില്ല. 1 കോടി രൂപ സർക്കാർ കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും സ്ഥല സൗകര്യമില്ലാത്തതിനാൽ ക്ലാസ് മുറികൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ശുചിമുറി സൗകര്യവും കളിഗ്രൗണ്ടും ഇവിടെയില്ല. അതിനാൽ തന്നെ ഇതിനായി സ്ഥലം കണ്ടെത്തി സ്കൂൾ വികസിപ്പിക്കണമെന്നും ഹൈസ്കൂളായി ഉയർത്തണമെന്നുമാണ് നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യം. ഈ ആവശ്യം നിറവേറ്റാനാണ് PTA-യും SMCയും ചേർന്ന് യോഗം കൂടി സ്കൂൾ വികസനത്തിനായി കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അജണ്ടയിലെ തീരുമാനങ്ങൾ പ്രമേയം പാസാക്കിയത് അടിയന്തര പ്രാധാന്യം അതിന്റെ പ്രാധാന്യം
ഭൂമി നിലവിൽ ഏജൻസിക്ക് കൈമാറാൻ കഴിയില്ല. കാരണം നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ പഞ്ചായത്ത് എടുത്ത ഭൂമിയാണ് പ്ലാൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 50 സെന്റ്. ആ ഭൂമി ഏജൻസി കൈമാറട്ടെ, അതിന്റെ എല്ലാ പാക്കേജ് വർക്ക് ഭൂമി നിക്ഷേപം ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി നമുക്ക് നിലവിലുള്ള ഭൂമി 2 കുളങ്ങളുള്ളൂ. ആ ഭൂമി കൈമാറും, അതിന്റെ മറ്റു ഭാഗങ്ങൾ പൂർത്തീകരിക്കേണ്ടി വരും. ആ പൂർത്തീകരിച്ച് ഏജൻസി കൈമാറിയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങളെ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനം നമ്മുടെ സ്ഥാപനം ഉണ്ടാകുന്ന വ്യക്തി അനുസരിച്ച് തീരുമാനമായി മാറ്റേണ്ടതാണ്. ഈ ഭൂമി നിലവിൽ ടെല്ലി ഏജൻസി എന്നുള്ള ആ ഏജൻസി കൈമാറാം. പക്ഷെ ഒരിക്കലും കൈമാറാൻ കഴിയില്ല. അങ്ങനെ നേരത്തെ പറയണേ തിരുത്തി സ്കൂൾ 1966 എൻ്റെ ഉപ്പ 5 സ്ഥലം ആദ്യമായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നീട് അവിടെ സ്ഥലപരിമിതി വന്ന് കുട്ടികൾ കൂടിയപ്പോൾ കുറച്ചുകൂടി സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ 9 സെന്റ് കൂടി കൊടുത്ത് അതിൽ 1972 അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ഔദ്യോഗിക സാഹിബാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള ഫണ്ട് പാസ്സാക്കി തന്നത്. ഇപ്പോൾ ഞങ്ങൾ അത് അപ്ഗ്രേഡ് സംസാരിച്ച കൂട്ടത്തിൽ തിരുത്തി സ്കൂളും കൂടെ അപ്ഗ്രേഡ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പറയുകയാണ്. സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 2-3 പ്രാവശ്യം ഞങ്ങളെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തതാണ്. ഇവിടെ പറഞ്ഞ പോലെ അടുത്ത സ്ഥലം ഏതായാലും ഞാൻ കിട്ടാനില്ല, കുറച്ച് അപ്പുറത്തൊക്കെ സ്ഥലം കിട്ടാനുണ്ട്. അതിന് ഇതുപോലെ തന്നെ ഒരു സാമ്പത്തികമായ ഒരു ബാധ്യത മുന്നിലുണ്ട്. അത് ശരിയാക്കുകയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പൊട്ടിഞ്ചേരി യു പി സ്കൂളിന്റെ വികസനം എന്നുള്ളതാണ്. വികസനം വഴി ഏതുവരെ പോകാം. അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചായത്തിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പ്രമേയം മുഖേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊരു സ്പെഷ്യൽ യോഗം വിളിച്ച്, ഇവരൊക്കെ പറഞ്ഞ പോലെ സ്പെഷ്യൽ യോഗം വിളിച്ച് അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക. കൂടാണ്ട് നമ്മൾ ഇന്നത്തെ യോഗത്തിന്റെ ഒരു വികാരം എന്നുള്ള നിലക്ക് എന്റെ അഭിപ്രായം പറയുന്നത്, നമ്മൾക്ക് ഇതിൽ നിന്ന് നമുക്ക് പിന്മാറാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ മുന്നിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസ സമുച്ചയം നമ്മുടെ നെന്നപ്പർ പഞ്ചായത്തിൽ ഉണ്ടാക്കണം. അതിന് ചുരുങ്ങിയത് 5 ഏക്കറിൽ കുറയാത്ത ഭൂമി കണ്ടെത്താനും ഇന്ന് ഇവിടുന്ന് തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളത് എവിടെയെങ്കിലും നമ്മൾ കണ്ടെത്താം. അതിന് കരയായാലും കടലായാലും കുന്നായാലും പറപ്പായാലും എവിടെയായാലും നമ്മൾ കണ്ടെത്തുക. അതിലേക്ക് 1 സെന്റിന്റെ പൈസ അത് കൊടുക്കാൻ ശരിയെന്നുള്ള അത് നിങ്ങൾ എവിടെ എത്താൻ വേണ്ടിയില്ല. നെന്നപ്പുറ പഞ്ചായത്തിന്റെ പരിധിയിൽ എവിടെ എടുത്താൽ, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. അത് 5 ഏക്കർ 1 സെന്റ് കരയായാലും പറമ്പാലും എവിടെയാണെങ്കിലും. അപ്പൊ 5 ഏക്കറിൽ കുറയാത്ത ഒരു ലാൻഡ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ, ഒരു ചെറിയൊരു കമ്മിറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് പിന്നിൽ കാര്യങ്ങൾ നടത്തണം. 1-2 ആളുകൾ താല്പര്യത്തിൽ നടന്നാലും മുന്നോട്ട് പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഉപസമിതി ഉണ്ടാക്കിയാൽ നന്നായിരിക്കും എന്നുള്ളതാണ് അത് എന്റെ വ്യക്തിത്വം. അതൊക്കെ ഹാരിസ് പാലപ്പുറ, ഷമീർ, KPK തങ്ങൾ, യു മുസ്തഫ, TK അബ്ദുറഹ്മാൻ മാഷ്, ഷാഫി പൂക്കയിൽ, നിലരത്ത് സലാം, ബാപ്പുട്ടി C, ഷമീന C, അബേക്കർ ഹാജി, CP സലാം ഹാജി, പദംബിലായി സലാം, UA റസാഖ്, ലത്തീഫ് മാഷ, വാഹിദ്, ആലംഗീർ, MK ഹുസൈൻ, മുനീർ PP, ഷുഹൈബ് ബാബു, അബ്ദു തിരുത്തി, പീച്ചു എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റു അംഗങ്ങൾ. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഒടിയിൽ പിച്ചു യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ സലീം പൂഴിക്കൽ, വൈസ് ചെയർമാൻ അബ്ദുസലാം പനമ്പിലായി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C ബാപ്പുട്ടി, VK ഷമീന, പഞ്ചായത്ത് അംഗങ്ങളായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK റൈഹാനത്ത, ഊർപ്പൈ സൈദലവി, നടുത്തൊടി മുഹമ്മദ് കുട്ടി, നടുത്തൊടി മുസ്തഫ, MP ഷരീഫ, ബ്ലോക്ക് അംഗം PP അനിത, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ KPK തങ്ങൾ, സലാം നീലങ്ങത്ത്, ഷാഫി പൂക്കയിൽ, സമീർ പൊറ്റാണിക്കൽ, ഫാറൂഖ് മാസ്റ്റർ തുടങ്ങിയവരും വിവിധ ആളുകളും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.